മുത്തശ്ശി എന്നെ വിളിച്ചോ? ആ, നീ ഇതെവിടെയായിരുന്നു ബാമേ? അപ്പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. ഇതാ ഞാൻ പറഞ്ഞ ബാമ, മഹിയുടെ മുറപ്പെണ്ണ്. ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക്. ഇനി ഇവിടെയാ താമസിക്കണേ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടിപ്പും അടുക്കലും പെറുക്കലും ഒക്കെ ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ, അങ്ങോട്ട് കൂട്ടിക്കോളൂ. ആരാ മുത്തശ്ശി ഇത്? തഞ്ചാവൂരപ്പൻ തന്ന പ്രസാദം. ഓ, അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെ ആവും ഇപ്പൊ പ്രസാദമായിട്ട് കൊടുക്കണത്. അത് ഞാൻ അറിഞ്ഞില്ല. കുട്ടി വരൂ. വെറും വേണിയുള്ളോ അതോ കൃഷ്ണവേണിയോ? വെറും വേണിയേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെയൊരു പേര്? തമിഴ്ത്തി കുട്ടികളെ പോലെ. ഞാൻ മലയാളിയാ. അത് മനസ്സിലായി. എവിടെയാ നാട്? ശിവപുരം. പിന്നെങ്ങനെയാ തഞ്ചാവൂരി എന്ന് പെട്ടത്? അയ്യോ, ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട. ആരാ എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രേ ഉള്ളൂ. അതെങ്ങനെയാ? ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ? എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ്. ഇവിടെ പറയുമ്പോ പറയും ഭാമയോ, അവളൊരു മണ്ടി. മഹേട്ടനാ കുറച്ച് കൂടുതല്. പക്ഷേ എപ്പോഴും എന്തിനും എല്ലാവർക്കും ഭാമ വേണം താനും. ബാമേ, കണ്ടോ, ഭാമ ചത്തുപോയി. ചിരിക്കാൻ പറഞ്ഞല്ല, ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതന്നെ ഉണ്ടാവുക. ദാ വരണോ. ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ വെറുതെ. കിളികൾ ഇഷ്ടമാണോ കുട്ടിക്ക്? പ്രാവുണ്ട്. ഇനി ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കേണ്ടത് കുട്ടിയുടെ ജോലിയാ. ഇനി മുതൽ ഇത് മോളുടെയും കൂടെ വീടാ. അങ്ങനെ വേണം കരുതാൻ. എല്ലാം ഫ്രീഡം ഉണ്ടാവും കുട്ടിക്കൂടെ. ഞങ്ങളൊക്കെ കൂട്ടിനുണ്ടാവും വിചാരിച്ചോ. എപ്പോഴും മനസ്സിലെ വിഷമങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് നല്ല മിടുക്കി കുട്ടിയാവണം. ഞാൻ കരുതിയത് മഹീട്ടും പാടത്തേക്ക് പോയിന്നാ. നീ ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി പറഞ്ഞല്ലോ, ഇവളൊരു പാവം കുട്ടിയാ. എന്ന് വെച്ച് നിന്റെ അത്രയും പാവമൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ പാവം. ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും നിങ്ങൾ തമ്മിലായിക്കോ. നന്നായി, എനിക്കൊരു കൂട്ടായല്ലോ. അടുക്കളയിൽ ഒരു ചുമട് പണിയുണ്ട്. അടുക്കളയിലെ കരിയും പോയും കൊള്ളാൻ ഇവിടെ ക്ഷണിക്കൊന്നും വേണ്ട. അതിൽ തെറ്റൊന്നുമില്ല. പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ. പെൺകുട്ടികൾക്കല്ല, നിന്നെ പോലത്തെ പെൺകുട്ടികൾക്ക് പറ. പാടത്ത് പണിക്കാര് വെയിറ്റിംഗിലാ. നമ്മൾ ചെന്നിട്ട് വേണം കൊയ്ത്തു തുടങ്ങാൻ. ഓ, നമുക്ക് പോവാം. ചെല്ലേ, ബാമേച്ചോട് ചെല്ലേ. മാധവൻ വന്ന് തിരക്കിയിരുന്നു തന്നെ. അവന്റെ തൊപ്പി എവിടെ ഒളിച്ചു വെച്ചിരിക്കണേ? തൊപ്പിയോ? ഏത് തൊപ്പി? ഏത് മാധവൻ? ആ, ചെല്ല് ചെല്ല്. നീ ഇതിന്റെ പേരിലായിക്കോ രണ്ടാളും കൂടി യുദ്ധം. പോട്ടെ.